ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.5 ഗ്ലാസ് ഉഴുന്നാണ് അരമണിക്കൂർ കുതിർത്ത് വെച്ച് വൃത്തിയായി കഴുകിയതിന് ശേഷം മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം പകുതി ഉള്ളി, മല്ലിയില, കറിവേപ്പില, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് ഒക്കെ നമുക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മാവിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ലൂസായി പോകും. ഇനി നമുക്ക് എന്തിക്കാം, എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഉഴുന്നുവട അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ആക്കാണ്ടിരിക്കേണ്ട. അതേ ഫ്ലേവറിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റും സോഫ്റ്റുമാണ്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. അത് ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വഴറ്റി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സിയിൽ അരച്ച് കടുവിട്ട് കാച്ചി കൊടുക്കലാണ്. അങ്ങനെയാണ് ഞാനത് ചെയ്യാറ്. ചട്നി പെട്ടെന്നൊരു ചട്നിയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതുപോലെയും ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് എണ്ണ പോലും കുടിക്കാതെ നമുക്കിത് കിട്ടും. ചില സമയത്തൊക്കെ നമ്മൾ ഉഴുന്നുവടയൊക്കെ നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ഉള്ളൊക്കെ വേവാതൊക്കെ നമ്മൾ വിഷമിക്കുന്ന ടൈമൊക്കെ ഉണ്ടാവും. ഇത് അതുപോലെ ഒന്നല്ല കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റും അങ്ങനെയൊക്കെ തന്നെ കിട്ടും കേട്ടോ. അത്രയും അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബ്രൗൺ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.